പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി ബിൽ, നാരീശക്തി വന്ദൻ അധിനിയം, റിസർവേഷൻ ബിൽ 131 ഭരണഘടനാ ഭേദഗതിയെ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തു പരാജയപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് BJP ദേശീയ തലത്തിൽ മഹിളകളുടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി മഹിളാ മോർച്ച ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഈ വരുന്ന 27-ന് മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കും എന്ന് പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 27-ന് വൈകുന്നേരം 4:30-ന് മൂവാറ്റുപുഴയിലെ ജില്ലാ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമാപിക്കും. ബില്ല് പരാജയപ്പെടുത്തിയത് വഴി തങ്ങൾ ഭാരതത്തിലെ മഹിളകൾക്കെതിരാണ് എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുകയാണ്. അവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുന്നതിന് മുനിസിപ്പൽ, പഞ്ചായത്ത് തലത്തിൽ മഹിളാ പദയാത്രകൾ, സമ്പർക്ക പരിപാടികൾ, പൊതുയോഗങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. രാഷ്ട്രീയത്തിനുമപ്പുറം പൊതുമണ്ഡലത്തിലുള്ള വ്യക്തിത്വങ്ങളെയും യുവതലമുറയെയും ഉൾപ്പെടുത്തിയുള്ള ബഹുജന മഹിളാ മുന്നേറ്റ പരിപാടികളായിരിക്കും സംഘടിപ്പിക്കുന്നത്. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ്, മഹിളാ മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജ ലാൽജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുസമൂഹത്തിലൂടെയും ഈ വിവരം ഇവിടുത്തെ സ്ത്രീകളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ബില്ലിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അതിനു മുമ്പായി ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ ശക്തമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു പങ്കാളിത്തം നമ്മൾ കണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്. ഝാൻസി റാണി എന്ന പേര് പറയുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. സരോജിനി നായിഡുവിന്റെ പേര്, ഭിക്കാജി ഗാമിയുടെ പേര്, അരുണ അസഫ് അലിയുടെ പേര് തുടങ്ങി നൂറുകണക്കിന് വനിതാ രത്നങ്ങൾ അവരുടെ ജീവനും ജീവിതവും ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച നൂറുകണക്കിന് മഹിളാ രത്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സ്ത്രീ സമൂഹം മാത്രമല്ല, ലിംഗഭേദമന്യേ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ആവേശഭരിതരാകാറുണ്ട്. ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് ശേഷമാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ രാഷ്ട്രീയപരമായി ഔന്നത്യമുള്ളവരായി ഒരു ചിന്താഗതിയിലേക്ക് എത്തുന്നവരായി മാറിയത്. വിദ്യാഭ്യാസ മേഖലയിലേക്ക്, തൊഴിൽപരമായി പല മേഖലകളിലേക്കും സ്ത്രീകളുടെ ഒരു കടന്നുകയറ്റം ആരംഭിച്ചത്. അതെല്ലാം ഈ സ്വാതന്ത്ര്യ സമരത്തിലൂടെ സ്ത്രീകൾ ആർജിച്ചെടുത്ത കരുത്തും അവരുടെ ധൈര്യവും എല്ലാം ഉൾക്കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ നിന്നിങ്ങോട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി സ്ത്രീകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭരണഘടനാ അസംബ്ലിയിൽ ഏതാണ്ട് 385 ആളുകൾ ഉണ്ടായിരുന്നതിൽ നമുക്ക് കാണാൻ